അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിൻ്റെ അപകടത്തിൻ്റെ സ്കെയിൽ മനസ്സിലാക്കാനും ജനങ്ങൾ അനുഭവിച്ച വേദന നമ്മൾ ശരിക്ക് നമ്മളുടെ മനസ്സിൽ വരും. കാരണം ഞാൻ മുണ്ടക്കായിലും പുഞ്ചരിയും അടുത്തൊക്കെ പോയിട്ട് ഓരോരോ കല്ലുകൾ കാണുമ്പോൾ വിചാരിക്കും 2 മണി രാത്രി ഉറങ്ങുമ്പോൾ ആ കല്ല് നമ്മുടെ വീട്ടിൽ വീണാൽ എന്തായിരിക്കും അനുഭവം, എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്ക് ഓരോരോ മനുഷ്യൻ്റെയും ഓരോരോ കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങളും ഓർമ്മകളാണ് നശിപ്പിക്കുന്നത്. ഇത് വലിയൊരു സങ്കടപ്പെട്ട ഒരു അനുഭവമായിരുന്നു. ദുരന്തം നടന്ന വയനാട്ടിലേക്ക് ആശ്വാസമായി നിരവധി നേതാക്കളാണ് എത്തുന്നത്. ശശി തരൂർ MP ഇന്ന് രാവിലെ മുണ്ടക്കയിലെത്തിയിരുന്നു. MP പുറത്തുനിന്ന് നമ്മൾ കാണുന്ന വാർത്ത ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നാണ്. അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിൻ്റെ അപകടത്തിൻ്റെ സ്കെയിൽ മനസ്സിലാക്കാനും ജനങ്ങൾ അനുഭവിച്ച വേദന നമ്മൾ ശരിക്ക് നമ്മളുടെ മനസ്സിൽ വരും. കാരണം ഞാൻ മുണ്ടക്കായിലും പുഞ്ചരിയും അടുത്തൊക്കെ പോയിട്ട് ഓരോരോ കല്ലുകൾ കാണുമ്പോൾ വിചാരിക്കും 2 മണി രാത്രി ഉറങ്ങുമ്പോൾ ആ കല്ല് നമ്മുടെ വീട്ടിൽ വീണാൽ എന്തായിരിക്കും അനുഭവം, എന്തായിരിക്കും സ്ഥിതി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്ക് ഓരോരോ മനുഷ്യൻ്റെയും ഓരോരോ കുടുംബത്തിൻ്റെയും സ്വപ്നങ്ങളും ഓർമ്മകളാണ് നശിപ്പിക്കുന്നത്. ഇത് വലിയൊരു സങ്കടപ്പെട്ട ഒരു അനുഭവമായിരുന്നു. എന്തായാലും എല്ലാവരും ആവശ്യമുള്ള സേവനം ചെയ്യുന്നുണ്ട്. രക്ഷ ഇപ്പോൾ കൂടി ബോഡീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ആസ്പത്രി വന്നപ്പോൾ നമ്മൾ കണ്ടു, പിന്നെ അവർ പരുക്ക് പറ്റിയ എല്ലാവരെയും നന്നായി നോക്കുന്നുണ്ട്. പാവം ഒരു 8 വയസ്സായ കുഞ്ഞിൻ്റെ കഥയാണ് എനിക്ക് പ്രത്യേകിച്ച് ഹൃദയത്തെ തട്ടിയത്. അവന്തിക, അവരുടെ അമ്മ, അച്ഛൻ, സഹോദരി, സഹോദരൻ, മുത്തശ്ശൻ, അമ്മമ്മ എല്ലാവരും മരിച്ചു. ഒരു മനുഷ്യനുമില്ല. ആ കുട്ടിയുടെ മുഖത്തിൽ അങ്ങനെ പാടാണ്. ഈ പരിക്കിൻ്റെ കൈയും കാലും ഒക്കെ ബാൻഡേജാണ്. എന്നിട്ടും കൂടി ആ കുട്ടി ദൈവം രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ് ഈ കുട്ടിക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന്. എല്ലാവരും അവരെ സഹായിക്കാൻ തയ്യാറാണ്. ആസ്പത്രി നന്നായി നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണും. അതെ. പിന്നെ എൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിക്കാരൻ ഇവിടെ സഹായിക്കാൻ വന്നു. അദ്ദേഹം ചില മരണദേഹത്തിനെ രക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ കാലിലൊരു ഭയങ്കര ഒരു കമ്പി പിയേഴ്സ് ചെയ്തിട്ട് രക്തം ഒലിച്ചിട്ടാണ് പെട്ടെന്ന് വന്നത് ആസ്പത്രിയിൽ. പക്ഷെ അദ്ദേഹം ഓട്ടോ എടുത്തിട്ടാണ് വന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഇങ്ങനെ ആൾക്കാർ അപ്പം ഇങ്ങനെയുള്ള ഓരോരോ കഥകൾ കാണുമ്പോൾ പിന്നെ ഞാൻ റിലീഫ് ക്യാമ്പിലും പോയി. ഗവൺമെൻറ് ഹൈസ്കൂളിൽ അവിടെ ഒരു 533 പേരുണ്ട്. എല്ലാവരും കണ്ടെന്ന് പറയാൻ സൈക്കിൾ നല്ലോണം അവരുടെ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഈ തവണ എൻ്റെ അഭിപ്രായത്തിൽ കേരളക്കാർ ഒറ്റ മനസ്സോടെ ഒറ്റ കൈകൊണ്ട് വലിയ ഹൃദയം കാണിച്ചിട്ടാണ് ഈ കാര്യത്തിൽ എല്ലാവരും സഹായിക്കും. ഒരു നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കുന്നത് വൈകുന്നു എന്നുള്ള ഒരു ആക്ഷേപം പൊതുവേ ഉണ്ട്. ഞാൻ തന്നെ 3 ദിവസം മുമ്പ് ആവശ്യപ്പെട്ടത് ഈ MP ഫണ്ട് വഴിക്ക് MP ഫണ്ട് നിയമപ്രകാരം ഒരു നാഷണൽ കലാമിറ്റിയായി പ്രഖ്യാപിച്ചാൽ എല്ലാ MP മാരും 543 ലോക്സഭ MP മാരും 250 രാജ്യസഭ MP മാർക്കും അവരുടെ ഫണ്ടിൽ നിന്ന് 1 കോടി വരെ കൊടുക്കാനുള്ള അനുവാദമുണ്ടാകും. നേരെ മറിച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള നിയമപ്രകാരം വയനാടിൻ്റെ MP മാത്രമേ ഒരു പൈസ കൊടുക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ വയനാടിന് MP ഇല്ല. അപ്പോൾ MP ഫണ്ടിൻ്റെ ഉപയോഗം ഈ ദുരന്തത്തിൻ്റെ വിക്ടിംസിനെ സഹായിക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെട്ടത്. 3 ദിവസമായി ഞാൻ ഈ റിക്വസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ കൂടി മറുപടി കാത്തിരിക്കുകയാണ്. ഓക്കെ, വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പോലും ഈ ക്യാമ്പിലുള്ളവർക്ക് അവരെ പോയി കണ്ടു എന്നാണ് MP പറയുന്നത്. ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ വലിയ സഹായങ്ങൾ വയനാട്ടിലെ ജനതയ്ക്ക് നൽകാൻ സാധിക്കും എന്നാണ് ശശി തരൂർ MP പറയുന്നത്.